ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അനധികൃതമായി മുസ്ലിമായ ജാസ്മിൻ ജാഫർ അനധികൃതമായ ക്ഷേത്രക്കുളത്തിലും ക്ഷേത്ര പരിസരത്തും വീഡിയോ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് വൈറലാവാൻ വേണ്ടിയും കുറച്ചുകൂടി പ്രശസ്തിയാക്കാനും വേണ്ടി ആയിരിക്കാം. എന്നാലും നിയമത്തിൻ്റെ ഇതിൽ ജാസ്മിൻ ജാഫർ തെറ്റുകാരിയാണ്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണ വീഡിയോ ഫോട്ടോഷൂട്ടും അനുവദനീയമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് വീഡിയോ ചിത്രീകരിക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ ഒരു മുസ്ലിമായ ജാസ്മിൻ ജാഫർ പരിധി വിട്ട് ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകിയും റീൽസ് എടുത്തതിനെയാണ് ഗുരുവായൂർ ക്ഷേത്ര വകുപ്പ് ടെമ്പിൾ പോലീസിൽ കേസ് കൊടുക്കുകയും ജാസ്മിൻ ജാഫറിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അതിനോടനുബന്ധിച്ച് ജാസ്മിൻ ജാഫർ മാപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. അതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകൾ ഒന്നേന്ന് നടത്തുകയും പരിഹാര കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും മുസ്ലിം പള്ളിയിലായാലും അവരവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് എതിരായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ക്രിസ്ത്യൻ പള്ളിയിൽ ഹിന്ദുക്കൾക്ക് വേണമെങ്കിലും കയറി പ്രാർത്ഥിക്കാനൊന്നും തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കണതിനൊന്നും തെറ്റൊന്നുമില്ല, അവരത് എതിർത്തിട്ടുമില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാർ ക്ഷേത്രത്തിൽ കയറുകയും തൊഴുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഉച്ചത്തേക്കുള്ള അന്നദാനം കഴിക്കാനും മറ്റ് മതത്തിൽപ്പെട്ട എല്ലാവരും വരുന്നുമുണ്ട്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്ത് പറയുന്നതല്ല. അതുപോലെ ആയിരിക്കണം എല്ലാ ക്ഷേത്രങ്ങളിലായാലും വിശ്വാസ സ്ഥലങ്ങളിലായാലും എല്ലാവർക്കും തുല്യത കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള അതേ വിഗ്രഹം വെച്ച് പൂജിക്കുന്ന ധാരാളം അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ മറ്റു ആൾക്കാർ കയറി പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് തെറ്റല്ലല്ലോ. അപ്പോഴത്തേക്കും എല്ലാ ക്ഷേത്രങ്ങളിലും വിശ്വാസത്തോടെ വരുന്നവർക്ക് കയറാൻ അനുവാദം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഞാനിത് ആരുടെയും മതത്തെ വ്രണപ്പെടുത്താനോ ഒന്നും പറയുന്നതല്ല. എല്ലാവർക്കും തുല്യത തുല്യത കിട്ടാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇതിനെ ഒരു നെഗറ്റീവായിട്ട് ആരും എടുക്കാൻ. എനിക്ക് ചോദിക്കാൻ 2-3 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, അന്യമതസ്ഥർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഇപ്പോൾ ജാസ്മിൻ ജാഫർ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ അയിത്തം സംഭവിച്ചുവെന്ന്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ആരും അറിയാതെ ഒരു വേറെ മതത്തിൽപ്പെട്ട ഒരാൾ ക്ഷേത്രത്തിൽ കയറി തൊഴുത് ഇറങ്ങി, ആരും നമ്മൾ അറിഞ്ഞില്ല. ആ സമയത്ത് ആ ക്ഷേത്രത്തിൽ അയിത്തം സംഭവിക്കുന്നില്ലേ? അറിഞ്ഞാൽ മാത്രമേ ഈ പൂജകളൊക്കെ നടത്താവൂ എന്നുണ്ടോ? അതായത് ഒരു മതത്തിലുള്ള ആൾ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്ര പരിസരത്തിൽ കയറി എന്ന ഒരിതിൽ അവിടെ അയിത്തം സംഭവിക്കുമോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പ്രത്യേക പരിഗണന ക്ഷേത്ര ദർശനത്തിന് കിട്ടുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്ത ക്ഷേത്ര ദർശനം, അതായത് ഇപ്പോൾ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്ത് എൻ്റെ മോൻ ഏകദേശം 1 വയസ്സായതേ ഉള്ളൂ. തീരെ പൊടിയായിരുന്നു. തിക്കിലും തിരക്കിലും കയറിയാണ് ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയത്. രാവിലെ 5 മണി ആയ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കാൻ തുടങ്ങിയ ഞങ്ങൾക്ക് തൊഴാൻ കഴിഞ്ഞത് ഏകദേശം 12 മണി അടുപ്പിച്ചാണ് ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞത്. ഗുരുവായൂർ അമ്പലത്തിൽ സുരേഷ് ഗോപിയുടെ മോളെ കല്യാണം നടന്ന സമയത്ത് ജനങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട്
സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം നടത്താൻ വേണ്ടി സ്പെഷ്യൽ സമയം അനുവദിക്കുകയും ചെയ്തു. അതായത് സാധാരണ ജനങ്ങളെ കയറ്റാൻ പാടില്ല എന്നൊരിതും വന്ന്. എനിക്കുള്ള ചോദ്യം, ഈ ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യ പരിഗണനയാണല്ലോ ഉള്ളത്. അപ്പോൾ VIP-കൾക്ക് എന്തിനാണ് പ്രത്യേകം പരിഗണന നടത്തുന്നത്? സുരേഷ് ഗോപിയുടെ മോളെ കല്യാണം മാത്രമല്ല നടക്കുന്നത്, ഇഷ്ടംപോലെ പേരെ കല്യാണം നടക്കുന്നത്. അവർക്കൊന്നുമില്ലാത്ത പരിഗണന എന്തിന് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് കൊടുത്തു? നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടാണ് കൊടുത്തത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വേറെ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണം നടത്തിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പാർട്ടി വെച്ചിട്ട് പ്രധാനമന്ത്രിയെ വിളിക്കുന്നതായിരുന്നില്ലേ ശരി? സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ട് VIP-കൾക്ക് പരിഗണന കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ഒരു വിശ്വാസത്തിനും ഞാൻ എതിരല്ല. ഞാൻ ഹിന്ദു ആയ ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചില സമയത്ത് പ്രത്യേകം പരിഗണന കൊടുക്കുന്നു. ജനങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ ഒരു പരിഗണനയും കിട്ടില്ല. ജസ്റ്റ് ഒന്ന് തൊഴാൻ പോലും തിക്കി നിരക്കിയാണ് നമുക്കൊന്ന് തൊഴാൻ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രസാദവും ചന്ദനവും വാങ്ങിക്കുന്നതിന് പോലും നമ്മൾ 10 രൂപ കൊടുത്താലേ നമുക്കവർ തരൂ. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ഒരു മുസ്ലിമായ വ്യക്തി കയറി റീലെടുത്ത് അത് വിശ്വാസത്തോടെ ആയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് എനിക്ക് എതിർപ്പില്ല. പക്ഷെ നിയമപരമായിട്ട് ആ ക്ഷേത്രത്തിൽ അന്യമതസ്ഥർക്ക് കയറാൻ പാടില്ല. അസ്മിൻ ജാഫർ ചെയ്തൊരു തെറ്റെന്ന് വെച്ചാൽ 100% തെറ്റാണ്. അനുവാദമില്ലാതെ ക്ഷേത്രത്തിൽ കയറി വീഡിയോ ചിത്രീകരിച്ചത് തെറ്റ് തന്നെയാണ്. 100% ഞാൻ തെറ്റ് തന്നെയാണെന്ന് പറയുന്നു. എന്നാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, വിശ്വാസമുള്ളവർക്ക് ഏത് ക്ഷേത്രത്തിലായാലും കയറുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഹിന്ദു ആയിരുന്ന ഞാൻ സ്കൂളാകുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളും ഹിന്ദു ആയിരിക്കണമെന്നില്ല. ഒരു സ്കൂളിൽ തന്നെ പല മതസ്ഥിലുള്ള കുട്ടികളും കാണാം. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന അതായത് എൻ്റെ ഫ്രണ്ട് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടിയോട് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ എന്ത് ചെയ്താ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. അവിടെ ആരും എതിർക്കുന്നതായിട്ട് ഒന്നും കണ്ടില്ല. അപ്പോൾ എല്ലാ മതസ്ഥർക്കും വിശ്വാസമുള്ളവർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ പള്ളികളിലും കയറി തൊഴാനൊരു അവസരം കൊടുത്തൂടെ? അതാവുമ്പോഴത്തേക്കും ഈ മതങ്ങൾ തമ്മിൽ അടിയുണ്ടാവുകയോ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. എല്ലാവർക്കും തുല്യതയും കിട്ടില്ലേ? ഞാൻ ഈ പറഞ്ഞത് മതങ്ങൾ തമ്മിലടിക്കാനോ അല്ലാതെ എൻ്റെ മതത്തെ തെറ്റായി പറഞ്ഞതോ മറ്റൊരു മതത്തെ ന്യായീകരിക്കാൻ പറഞ്ഞതോ അല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞത്.